നിങ്ങൾ ഒരിത്തിരി സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കൊരു മെസ്സേജ് അയക്കുന്നു, ബ്ലൂ ടിക്ക് വരുന്നു, പക്ഷെ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നു. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പ്രയോറിറ്റി അല്ല, ഞാൻ ചിലപ്പം ബ്രേക്കപ്പ് ചെയ്യായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ധാരണയിലേക്ക് എത്തിച്ചേരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ തലവേദന വരുന്നു, ഈ അടുത്ത് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ച ആരുടെ ചിന്ത മനസ്സിലേക്ക് വരുന്നു, നിങ്ങൾക്കും ബ്രെയിൻ ട്യൂമർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ ഈ ചിന്തകളിൽ ഒരു ലൂപ്പ് പോലെ ചിന്തയിൽ തന്നെ കിടന്നിട്ട് നിങ്ങളുടെ ദിവസം മുഴുവൻ ആ തോട്ടിൽ തന്നെ കിടന്ന് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഇങ്ങനെ ഒരു തരത്തിലുള്ള ലോജിക്കൽ എവിഡൻസും ഇല്ലാതെ ഒരു വേഴ്സ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് മൈൻഡ് ജമ്പ് ചെയ്യുന്നതിനാണ് കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. ഇതൊരു തരം കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്, അതായത് ഒരു ചിന്താ വ്യതിയാനാണ്. ഈ സാധാരണഗതിയിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ലോജിക്കൽ ബ്രെയിനില്ലേ, ഈ സെറിബ്രൽ കോർട്ടെക്സ് വർക്ക് ചെയ്യാതെ നമ്മുടെ ഇമോഷണൽ ഏരിയ ഓഫ് മൈൻഡ് അമിഗ്ഡല റെസ്പോണ്ട് ചെയ്തിട്ടാണ് ബ്രെയിൻ ഇങ്ങനെ ഷോർട്ട് കട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് തോട്ടിനെ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതിനെ മാറ്റാനൊക്കെ പറ്റും. പക്ഷെ ഇതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ബ്രെയിനിലെ ന്യൂറോ വയറിങ്സ്, ആ വഴിക്കുള്ള ന്യൂറോ വയറിങ്സ് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം നിങ്ങൾ തെറപ്പിസ്റ്റിന്റെ സഹായം തേടിയിട്ട് CBT പോലുള്ള എന്തെങ്കിലും തെറാപ്പികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. നിങ്ങൾ നല്ലൊരു സെൽഫ് കമ്പാഷനോട് കൂടിയിട്ട് തന്നെ ഈ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ നോക്കുക.